ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങൾ കാണാത്ത ഒരു ഫാക്ടറിയാണ് സുബൈർ ബാപ്പ കാണിച്ചു തരാൻ പോകുന്നത്. കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത അറിവുകളും ഇന്ന് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എന്താ ഏതാ എങ്ങനെ എന്നല്ലേ. ഫാക്ടറിയുടെ പേരോ അഡ്രസ്സൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ റണ്ണിങ് ഫാക്ടറി ആയതുകൊണ്ടാണ് പേരും അഡ്രസ്സൊന്നും പറയാത്തത്. നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ഈ നമ്പറിൽ ഇങ്ങനെ വിളിച്ചോളി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ, 1962 തുടങ്ങിയതാണ്. 62 വർഷം പിന്നിട്ടു. 1962 തുടങ്ങിയിട്ട് 62 വർഷം പിന്നിട്ട് ഇന്ന് 63ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയാണ്. നിലവിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുകയും ഒരുപാട് കുടുംബങ്ങൾക്ക് അന്നം കൊടുക്കുകയും ചെയ്ത ഒരു ഫാക്ടറിയാണ്. അപ്പൊ ഈ ഫാക്ടറി എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ടൊന്നല്ല കൊടുക്കുന്നത്. പിന്നെന്താ, നമ്മൾ ഓണർമാർക്ക് കുറച്ചൊക്കെ വയസ്സായി, പിന്നെ അവരുടെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇതൊരു കണ്ണായ ഭൂമിയാണ്. ഒരു കുഗ്രാമത്തിലാണെങ്കിൽ ഇതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് ഏറ്റെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇതൊരു കണ്ണായ ഭൂമി ആയതുകൊണ്ട് ഇത് ഒരാൾക്ക് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് കൊടുത്തിട്ട് അവർ കാര്യങ്ങളൊക്കെ പൈസകൾ ഡിവൈഡ് ചെയ്യണമെന്നൊരു ആഗ്രഹത്താലാണ് ഇത് കൊടുക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഫാക്ടറി നിൽക്കുന്നത് ഒരു ടൗൺ മധ്യത്തിലാണ്, മനസ്സിലാവുണ്ടോ മക്കളെ? ടൗൺ മധ്യത്തിലാകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഈ ഫാക്ടറിക്ക് 2 ഭാഗം റോഡാണ്. ഒരു ഭാഗം 130 മീറ്റർ റോഡ് ഫ്രണ്ടേജ്, ഒരു ഭാഗം 150 മീറ്ററിന്റെ മുകളിൽ ഏകദേശം 52, 53 അല്ലെങ്കിൽ 57 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ്. അങ്ങനെ 2 ഭാഗം റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു ടൗൺ മധ്യത്തിലാണ് ഇത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇങ്ങനെ ടൗൺ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു ടൗണിൽ നല്ലൊരു ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരുമല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സാധാരണ എല്ലാവരും ചെയ്യുന്ന ബുദ്ധിയുള്ള ആൾക്കാർ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വാങ്ങിയിട്ട് ഒരു 30 സെന്റോ അല്ലെങ്കിൽ 50 സെന്റോ പഞ്ചായത്തിനെ വിട്ടുകൊടുക്കും. എന്തിന് ബസ് സ്റ്റാൻഡിന്. അങ്ങനെ ബസ് സ്റ്റാൻഡിന് 1/2 ഏക്കർ വിട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ളത് ഫുള്ള് അങ്ങോട്ട് കോംപ്ലക്സ് പണിയും. ഫുള്ള് കോംപ്ലക്സ് പണി കഴിഞ്ഞാൽ പിന്നെ പൈസ ഇട്ട് ഇങ്ങനെ പൈസ വരാകാരം. അങ്ങനെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും റോഡ് ഫ്രണ്ടേജ് അല്ലേ, എല്ലാ ഭാഗത്തു നിന്ന് വാഹനങ്ങൾ കയറാനും ഈ ഭാഗത്ത് നിന്ന് ബസ് കയറി ഈ ഭാഗത്ത് ഇറങ്ങാം, ആ ഭാഗത്ത് നിന്ന് ബസ് കയറി ഈ ഭാഗത്ത് ഇറങ്ങാം. അങ്ങനെ ജനങ്ങൾ നല്ലതുപോലെ ഇങ്ങോട്ട് കയറി നന്നായിട്ട് ഇങ്ങോട്ട് വരുന്ന സ്ഥലം കൂടിയാണ്, മനസ്സിലുണ്ടോ? അപ്പോൾ അതിന് പറ്റുന്ന 4 ഏക്കർ ഭൂമിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയൊരു ഫാക്ടറി, ഞാൻ പറഞ്ഞല്ലോ 1962 സ്ഥാപിതമായ ഈ കമ്പനി ഇന്നും അതിൻ്റെതായിട്ട് ആ യൗവനത്തിൽ തന്നെ നിലനിന്ന് എത്രയോ ആൾക്കാരുടെ, നമ്മുടെ കേരളക്കാർക്കും അതായത് അന്യ സംസ്ഥാനക്കാർക്കും എല്ലാം അവരുടെ കുടുംബങ്ങൾക്ക് അന്നം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ ഈ ഒരു ഫാക്ടറി ഇങ്ങനെ ഇതേ കണ്ടീഷനിൽ കൊടുക്കണമെന്നാണ് നമ്മൾ ഓണർമാർ പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻസിൽ വേണ്ട, നിങ്ങൾക്ക് ഈ ഭൂമി മാത്രം മതിയെങ്കിൽ അങ്ങനെയും തരും. അപ്പോൾ അതിൻ്റെ ഈ ഓടും കാര്യങ്ങളും മെറ്റീരിയൽസ് ഒക്കെ അവർ അതിൽ നിന്ന് ഒഴിവാക്കി തരും, മനസ്സിലാവുണ്ടോ? എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ളൊരു ഡീലിങ്ങിന് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർമാർ തയ്യാറാണ് എന്ന് നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡീലിങ്ങിന് നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളും. ഞാൻ പറഞ്ഞല്ലോ, പൈസ ഇട്ട് പൈസ വാരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതായത് ഒരു പരൽ മീനിനെ ഇട്ടാൽ മാത്രമേ ഒരു വലിയൊരു മുഴുമീനിനെ കിട്ടുക എന്ന് പറയാലോ. ഒരു ചൂണ്ടൽ ഒരു പുയറിട്ടാൽ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വലിയൊരു പരൽ മീനിനെ കിട്ടുക. പരൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ അതിനും വലിയ മീനിനെ കിട്ടും, അതിലും വലിയ മീൻ ഇട്ട് കഴിഞ്ഞാൽ അതിനും വലിയ മീനിനെ കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല, കൂടുതൽ മുതലുണ്ടാക്കാൻ പറ്റില്ല. ചെറിയ തോതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ തോതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ വലിയൊരു പണക്കാരനാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം. ഒരുപാട് പ്രവാസികളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും അല്ലെങ്കിൽ തൃശ്ശൂർ തൊട്ടടുത്തുള്ള ജില്ലകൾക്കൊക്കെ ഒരുപാട് പ്രവാസികളും അല്ലെങ്കിൽ മറ്റു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, എന്ത് രീതിയിൽ എന്ത് പദ്ധതി നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ. കാരണം വെച്ചാൽ ഹോസ്പിറ്റൽ വേണോ, അങ്ങനെ കൊണ്ടുവരാം. ഒരു ടൗൺഷിപ്പ്, ഞാൻ പറഞ്ഞില്ല, ഒരു ടൗൺ ആക്കി നിങ്ങൾക്ക് ഈ 4 ഏക്കർ മാറ്റാൻ സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1/2 ഏക്കർ സ്ഥലം പഞ്ചായത്തിന് വിട്ടുകൊടുത്താൽ മതി. 1/2 ഏക്കർ പഞ്ചായത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് ഫുള്ള് നിങ്ങൾക്ക് കോംപ്ലക്സ് പണിയാൻ പറ്റും. നിങ്ങളതാണല്ലോ ബാക്കിയുള്ള മുതൽ, വേറെ ആരും ഇതിനകത്ത് കൈ കടത്താൻ വരില്ല. അപ്പോൾ അത്രയും നല്ല കണ്ണായ സ്ഥലമാണ്. അപ്പോൾ ഈ കണ്ണായ സ്ഥലം നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ പോരാ, ക്യാഷ് ഇട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. അപ്പോൾ ഓക്കെ, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം.